ഹായ് ഗൈസ്, ഇന്ന് വമ്പൻ ഒരടി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. വമ്പൻ അടിയൊന്നുമില്ല, പക്ഷേ പ്രശ്നം ഹോസ്പിറ്റൽ വരെ എത്തിച്ചു. ഷനവാസ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. നിവിന് ശക്തമായ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അടുത്ത നിവിന് ഒരു പണിഷ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് എന്താണെന്ന് അറിയില്ല. അത് ബാക്കി ഷനവാസിന്റെ ആരോഗ്യനില അറിഞ്ഞതിന് ശേഷം എന്നുള്ളതാണ് ഹൗസ് അണ്ണൻ, നമ്മളെ ബിഗ് ബോസ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. സംഭവം നിസാരാണ്. ഇന്നലെ ഫുഡിന്റെ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് ഷാനവാസും ടീമും കിച്ചണിലേക്ക് കയറി ഞങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കാം എന്നും പറഞ്ഞ് കയറിയപ്പം അതിൽ നിവിനും അക്ബറൊക്കെ എതിർത്തുകൊണ്ട് നിവിൻ അവിടെയുള്ള പാല് എടുത്ത് പോവാണ്. അപ്പം ഷാനവാസ് അത് പിടിച്ചു വലിക്കുന്നുണ്ട്. പിടിച്ചു വലിച്ചപ്പോൾ പാല് പൊട്ടി കംപ്ലീറ്റ് താഴെപ്പോയി. ബാക്കിയുള്ള പാല് ഷാനവാസിന്റെ മുഖത്തേക്ക് ഒഴിച്ചിട്ട് ആ കവർ ഇങ്ങനെ ഷാനവാസിന്റെ ദേഹത്തേക്ക് ഇട്ട സമയത്ത് കൈ തട്ടിയോ എന്താണെന്ന് അറിയില്ല. ഷാനവാസ് അവിടെ ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇരിക്കാൻ തുടങ്ങി, പെയിനായിട്ട് തുടങ്ങി. അപ്പം തന്നെ അനീഷൊക്കെ ഉണ്ട് അവിടെ. അനീഷ് ഉണ്ട്, അവര് പെൺകുട്ടി നൂറ അവരൊക്കെ വന്നിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതില് ഇവര് ആക്ടിങ് ആണ് എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു കയ്യാങ്കളി അടിയൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് ആക്ടിങ് ആണ് എന്ന് അക്ബറും നിവിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം. പക്ഷെ ആദ്യം അവരങ്ങനെയാണ് കരുതിയത്. പക്ഷെ പിന്നെ അത് സീരിയസ് ആണ് തോന്നിയിട്ട് അക്ബറും നിവിനൊക്കെ ബിഗ് ബോസിനോട് പിന്നെ അപേക്ഷിക്കുന്നുണ്ട്. പ്ലീസ് ഡോക്ടർ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവാന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ അക്ബറൊക്കെ എടുക്കാൻ അങ്ങോട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് അനുമോളും ആദിലയും നൂറയൊക്കെ അത് മുതലെടുത്തോണ്ട് അവരങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ആ ഒരു സീനും മുതലെടുക്കാൻ അവരവിടെ ശ്രമിക്കുന്നുണ്ട്. അവർ കൂടുതൽ ഒരു ഡ്രാമ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുക ഷാനവാസിന്റെ അടുത്തേക്ക്. അവര് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാന്ന് ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ കൊണ്ടുപോകുന്നില്ല. ഇവർ അവിടെ കിടത്തിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക. അവർക്കൊന്നും അറിയില്ല. എന്നിട്ടും ആ ഒരു പേഷ്യന്റ് അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്ബർ എടുക്കാൻ ചെല്ലുമ്പോൾ അവരെ അടുപ്പിക്കുന്നില്ല. അവരിങ്ങനെ വളഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് അവിടെ ആ സമയത്ത് നടന്നത്. ഇപ്പൊ ഷാനവാസ് ഹോസ്പിറ്റലിലാണ്. നിവിൻ ഇനി പുറത്തേക്കാണോ